ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുട്ടയും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കണം മുട്ടക്കറിയുടെ റെസിപ്പി ഉണ്ടാകുന്നു. അല്ല മുട്ടക്കറി മീൻ കറി പോലെ വെച്ചിട്ടുണ്ടാകുന്നു. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടോളാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇന്നത്തെ കറി മുട്ടയും ഉരുളക്കിഴങ്ങാണ് കേട്ടോ. വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കറിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. 3 ഉരുളക്കിഴങ്ങ് ചെറുതാണ് കേട്ടോ. ചെറുതായത് കൊണ്ടാണ് 3 എടുത്തത്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം അങ്ങനെയൊക്കെ മതിയാവും. അപ്പോൾ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സബോള സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3-4 വെളുത്തുള്ളി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു ചെറിയൊരു പുളിക്ക് വേറൊരു പുളികളൊന്നും നമ്മൾ ഈ കറിയിൽ ചേർക്കണില്ല. അതുകൊണ്ടാണ് ഒരു തക്കാളി എടുത്തത്. 3 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് പിന്നെ വേണ്ടത് 6 മുട്ട. അത് നിങ്ങളുടെ ആവശ്യാനുസരണം. ഞാനിപ്പോൾ ഒരു 6 മുട്ടയാണ് എടുത്തേക്കുന്നത്. 6 മുട്ട വെച്ചിട്ടുണ്ട്. പിന്നെ അത് നാളികേരം വറക്കാനായിട്ട് കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 1/4 ടീസ്പൂണ് പെരുംജീരകം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് പൊടികളാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും കൂടിയിട്ട് വെക്കാനുള്ള കറി സാധനങ്ങൾ കേട്ടോ. പിന്നെ ഈ ഉള്ളി നമുക്ക് ലാസ്റ്റാണ് ആവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ഒരു 3-5 എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഒരു തണ്ട് കറിവേപ്പില. ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുട്ടയും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കണം മുട്ടക്കറിയുടെ റെസിപ്പി ഉണ്ടാകുന്നു. അല്ല മുട്ടക്കറി മീൻ കറി പോലെ വെച്ചിട്ടുണ്ടാകുന്നു. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടോളാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇന്നത്തെ കറി മുട്ടയും ഉരുളക്കിഴങ്ങാണ് കേട്ടോ. വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കറിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. 3 ഉരുളക്കിഴങ്ങ് ചെറുതാണ് കേട്ടോ. ചെറുതായത് കൊണ്ടാണ് 3 എടുത്തത്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം അങ്ങനെയൊക്കെ മതിയാവും. അപ്പോൾ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സബോള സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3-4 വെളുത്തുള്ളി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു ചെറിയൊരു പുളിക്ക് വേറൊരു പുളികളൊന്നും നമ്മൾ ഈ കറിയിൽ ചേർക്കണില്ല. അതുകൊണ്ടാണ് ഒരു തക്കാളി എടുത്തത്. 3 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് പിന്നെ വേണ്ടത് 6 മുട്ട. അത് നിങ്ങളുടെ ആവശ്യാനുസരണം. ഞാനിപ്പോൾ ഒരു 6 മുട്ടയാണ് എടുത്തേക്കുന്നത്. 6 മുട്ട വെച്ചിട്ടുണ്ട്. പിന്നെ അത് നാളികേരം വറക്കാനായിട്ട് കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 1/4 ടീസ്പൂണ് പെരുംജീരകം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് പൊടികളാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും കൂടിയിട്ട് വെക്കാനുള്ള കറി സാധനങ്ങൾ കേട്ടോ. പിന്നെ ഈ ഉള്ളി നമുക്ക് ലാസ്റ്റാണ് ആവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ഒരു 3-5 എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഒരു തണ്ട് കറിവേപ്പില. വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പം നാളികേരത്തിൻ്റെ കളറ് കുറേശ്ശെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് കളർ മാറി വരണം. അതുവരെ നമ്മളിങ്ങനെ കുറേശ്ശെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നാളികേരത്തിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി ഇങ്ങനെ ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ നന്നായി കുറച്ചിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ നല്ലപോലെ കുറയ്ക്കണം കേട്ടോ. എന്നിട്ടാണ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. പൊടികൾ ഞാൻ എല്ലാതും ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി പൊടികളൊക്കെ ആയിട്ട് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂട്ടത്ത് കിടന്നിട്ടാവും. അപ്പോൾ അതിന് കാരണമാണ് ഇടയ്ക്കലും ഇങ്ങനെ കരിഞ്ഞ പോലെ വരുന്നത്. അപ്പോൾ നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുത്താൽ കൊടുക്കുമ്പോൾ ഈ കരിച്ചിൽ അങ്ങോട്ട് മാറി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയൊക്കെ ഒന്ന് ചൂടാറണം കേട്ടോ. ചൂടാറട്ടെ. വറുത്ത് വെച്ചത് നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊക്കെ ഇട്ട് കൊടുക്കാം. മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ. ഞാൻ കുറച്ച് 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം. ഏതൊക്കെ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ നന്നാക്കി വെച്ച ഉരുളൻകിഴങ്ങ്, സബോള, ഇഞ്ചി, പച്ചമുളക് എല്ലാതും കൂടിയിട്ട് ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഉപ്പ് പോരായ വരാണെങ്കിലാണ് രണ്ടാമതും ഉപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കറികളൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങും സബോളയും തക്കാളിയും എല്ലാതായിട്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം അതിന് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ മിക്സിയുടെ ജാറിൽ കഴുകി വൃത്തി നമുക്ക് അരച്ചതിന് ബാക്കി വരുമല്ലോ, അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് വെക്കാം കേട്ടോ. സ്റ്റവ് കത്തിച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം. ഞാൻ മൂടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് എന്തായാലും വെന്ത് വരാനായിട്ട് 5-10 മിനിറ്റ് എടുക്കും. അപ്പോൾ അതിന് ശേഷം തിളയ്ക്കുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയിട്ട് ഉപ്പ് പോരായി വരാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. കറി എന്തായി നോക്കുന്നു നോക്കാട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ടുണ്ട് തിളച്ചപ്പോൾ നമുക്ക് ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ വെന്തോന്നും അതേപോലെ ഉപ്പ് പാകത്തിനൊക്കെ ഉണ്ടോന്ന് ഈ സമയത്ത് വേണം നോക്കാനായിട്ട്. അതായത് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്, അതേപോലെ ഉപ്പ് നോക്കി ഉപ്പും പാകത്തിനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇതേപോലെ നടു പൊളിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയ്ക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പൊടിച്ചും കൂടി നമുക്ക് മീഡിയത്തിൽ നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ആ മുട്ടയിലൊക്കെ ആയിട്ട് നമ്മുടെ കൂട്ടാൻ്റെ ചാറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ മൂടി വയ്ക്കാനേ. അപ്പോൾ അതായത് നമുക്ക് കറിയൊക്കെ തുറന്ന് നോക്കാം കേട്ടോ. അതെ, അതൊക്കെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചാറൊക്കെ വറ്റിയിട്ടുണ്ട്, കുറുക്കി നല്ല പാകമായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമ്മളിത് ഓഫാക്കി കഴിയുമ്പോൾ ഇരുന്ന് ചട്ടിയിൽ നിന്ന് തന്നെ കുറുകും. അപ്പോൾ നമ്മൾ സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുക്കാണ്. ഉള്ളി താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പം നാളികേരത്തിൻ്റെ കളർ കുറേശ്ശെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് കളർ മാറി വരണം. അതുവരെ നമ്മളിങ്ങനെ കുറേശ്ശെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നാളികേരത്തിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി ഇങ്ങനെ ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ നന്നായി കുറച്ചിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ നല്ലപോലെ കുറയ്ക്കണം കേട്ടോ. എന്നിട്ടാണ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. പൊടികൾ ഞാൻ എല്ലാതും ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി പൊടികളൊക്കെ ആയിട്ട് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂട്ടത്ത് കിടന്നിട്ടാവും. അപ്പോൾ അതിന് കാരണമാണ് ഇടയ്ക്കലും ഇങ്ങനെ കരിഞ്ഞ പോലെ വരുന്നത്. അപ്പോൾ നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുത്താൽ കൊടുക്കുമ്പോൾ ഈ കരിച്ചിൽ അങ്ങോട്ട് മാറി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയൊക്കെ ഒന്ന് ചൂടാറണം കേട്ടോ. ചൂടാറട്ടെ. നേരം വറുത്ത് വെച്ചത് നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊക്കെ ഇട്ട് കൊടുക്കാം. മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ. ഞാൻ കുറച്ച് ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം.
നേരൊക്കെ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ നന്നാക്കി വെച്ച ഉരുളൻകിഴങ്ങ്, സബോള, ഇഞ്ചി, പച്ചമുളക് എല്ലാതും കൂടിയിട്ട് ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഉപ്പ് പോരായ വരാണെങ്കിലാണ് രണ്ടാമതും ഉപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കറികളൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങും സബോളയും തക്കാളിയും എല്ലാതായിട്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം അതിന് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ മിക്സിയുടെ ജാറിൽ കഴുകി വൃത്തി നമുക്ക് അരച്ചതിൻ്റെ ബാക്കി വരുമല്ലോ, അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് വെക്കാം കേട്ടോ. സ്റ്റവ് കത്തിച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം. ഞാൻ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് എന്തായാലും വെന്ത് വരാനായിട്ട് 5-10 മിനിറ്റ് എടുക്കും. അപ്പോൾ അതിന് ശേഷം തിളയ്ക്കുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയിട്ട് ഉപ്പ് പോരായ വരാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. കറി എന്തായി നോക്കുന്നു നോക്കാട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ടുണ്ട് തിളച്ചപ്പോൾ നമുക്ക് ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ വെന്തോന്നും അതേപോലെ ഉപ്പ് പാകത്തിനൊക്കെ ഉണ്ടോന്ന് ഈ സമയത്ത് വേണം നോക്കാനായിട്ട്. അതായത് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്, അതേപോലെ ഉപ്പ് നോക്കി ഉപ്പും പാകത്തിനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇതേപോലെ നടു പൊളിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പൊടിച്ചും കൂടി നമുക്ക് മീഡിയത്തിൽ നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ആ മുട്ടയിലൊക്കെ ആയിട്ട് നമ്മുടെ കൂട്ടാൻ്റെ ചാറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ മൂടി വയ്ക്കാനേ. അപ്പോൾ അതായത് നമുക്ക് കറിയൊക്കെ തുറന്ന് നോക്കാം കേട്ടോ. അതെ, അതൊക്കെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചാറൊക്കെ വറ്റിയിട്ടുണ്ട്, കുറുക്കി നല്ല പാകമായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമ്മളിത് ഓഫാക്കി കഴിയുമ്പോൾ ഇരുന്ന് ചട്ടിയിൽ നിന്ന് തന്നെ കുറുകും. അപ്പോൾ നമ്മൾ സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുക്കാണ്. ഉള്ളി താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഉണ്ടല്ലോ നല്ലപോലെ ഗോൾഡൻ കളറാവണം കേട്ടോ. അതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ബാക്കി വന്ന ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ, ബൈ ബൈ.